വർഗീയത ആളിക്കത്തിച്ച് സൈബർ ആക്രമണത്തിലൂടെ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ പദ്ധതിയിട്ട ഓരോ സഖാക്കളെയും ചെന്നിത്തലയുടെ പോലീസ് പൊക്കുകയാണ്. അതായത് കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഒരു അറസ്റ്റ് കൂടി നടന്നിരിക്കുന്നു. മതേതരത്വവും സോഷ്യലിസവും പറഞ്ഞു നടക്കുന്ന സാക്ഷാൽ ഡിവൈഎഫ്ഐ നേതാവ് അമലിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അമലിനെ നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതാണ്. നല്ല പദവികൾ പാർട്ടിയിൽ വഹിക്കുന്നയാളാണ് ഇയാൾ. CPM കണ്ണംകുഴി ബ്രാഞ്ച് അംഗം, അതുപോലെ ഡിവൈഎഫ്ഐയുടെ വടകര ടൗൺ മേഖലാ കമ്മിറ്റി അംഗം കൂടിയാണ് അമൽ എന്ന ചോട്ടാ നേതാവ്. റെഡ് ബറ്റാലിയൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിൻ ഭാസ്കറും അറസ്റ്റിലായത് നമ്മൾ നേരത്തെ കണ്ടതാണ്. തുടർന്ന് റിമാൻഡിലായ ജിതിന് 18-ാം ദിവസം കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ജാമ്യത്തിൽ ഇറങ്ങിയ ജിതിന് CPM പ്രവർത്തകർ ചേർന്ന് സ്വീകരണം നൽകിയത് വലിയ വിവാദമായിരുന്നു. അവർക്ക് അങ്ങനെയേ കഴിയുകയുള്ളൂ. കാഫിർ സ്ക്രീൻഷോട്ട് എന്ന വൃത്തികെട്ട ഒരു സംഭവമുണ്ടാക്കി അത് തെരഞ്ഞെടുപ്പ് സമയത്ത് മുഴുവൻ പ്രചരിപ്പിച്ച് എന്നിട്ടത് മറ്റുള്ള പാർട്ടിക്കാരുടെ തലയിൽ കെട്ടിവെക്കാൻ പദ്ധതി തയ്യാറാക്കി അങ്ങനെ പാവം ഒരു MSFകാരനെ പ്രതിയാക്കുകയും ചെയ്തു പിണറായി വിജയൻ്റെ പോലീസിൻ്റെ സംരക്ഷണത്തോടുകൂടി. അങ്ങനെ ഒരു വർഗീയ പ്രചരണവും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കലും മാത്രമല്ല, വിശ്വാസവഞ്ചനയും കുത്തിത്തിരിപ്പും നടത്തിയിരിക്കുകയാണ്. ഇതിൽ നാടിനാപത്തായി ഒരു സംഘടന മാറുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ചെയ്തത്. അതൊരു CPMനും അവരുടെ പോഷക സംഘടനകൾക്കും മാത്രമേ കഴിയൂ എന്ന് അവർ തന്നെ തെളിയിച്ചതാണ്. നമുക്കറിയാം, ജൂൺ 16-നായിരുന്നു ജിതിൻ ഭാസ്കർ എന്ന പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗം, CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗവും ഒക്കെയാണ് ജിതിൻ ഭാസ്കർ. എല്ലാ തെളിവുകളും ലഭിച്ചിട്ടും കേസ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെയാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. ഇതേ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിബേഷ് രാമകൃഷ്ണനും പ്രതിയാണ്. അങ്ങനെ ഷാഫി പറമ്പിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ തോൽപ്പിക്കാൻ കാണിച്ച ഈ വൃത്തികെട്ട രാഷ്ട്രീയ നീക്കത്തിൽ അടിതെറ്റി വീണത് അവർ തന്നെയാണ്. തങ്ങൾ ടീച്ചറമ്മ എന്നും കോവിഡ് റാണി എന്നുമൊക്കെ പറഞ്ഞിരുന്ന ശൈലജ ടീച്ചർക്ക് ജയിക്കാൻ, അതും സ്വന്തം നാട്ടിൽ പാലക്കാട്ട് നിന്നും വന്ന ഒരു പയ്യനോട് ജയിക്കാൻ ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയ നീക്കം വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് 99% CPM പ്രവർത്തകരുടെയും വിശ്വാസം. എന്നിട്ടും അതിൻ്റെ പേരിൽ അറസ്റ്റിലായ ജിതിൻ ഭാസ്കറിനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചതുപോലെ താലപ്പൊലിയുമായി കൊണ്ടുവരികയായിരുന്നു. സത്യത്തിൽ CPM എന്ന പാർട്ടി സ്വയം പ്രവർത്തികൾ കൊണ്ട് തന്നെ എരിഞ്ഞു തീരുകയാണ്. ഇനിയിപ്പോൾ അറസ്റ്റിലായ അമലിനെയും അനുമോദിച്ചുള്ള പ്രകടനവും ഈ നാട് കാണേണ്ടി വരും. പക്ഷേ വർഗീയത ആളിക്കത്തിച്ച് സമൂഹത്തിൽ നാശം വിതയ്ക്കാൻ നോക്കുന്നവർ ഇനി ആരായാലും അവർക്ക് സമൂഹം നൽകുന്നൊരു വിലയുണ്ട്. അതുമാത്രമേ CPMനും ലഭിക്കുള്ളൂ.